രാത്രി ഇരുട്ടത്തെ കേൾക്കുകയായിരുന്നു കളിയുടെ ശബ്ദം. ഓരോ പന്തിലും മറഞ്ഞിരുന്നു മരണത്തിന്റെ ഓട്ടം. ടിവിയുടെ പ്രകാശത്തിൽ ഒരു പഴയ ശാപം ഉണർന്നു. ഓരോ വിക്കറ്റിലും അറിയപ്പെട്ടു ജീവന്റെ തീ. വിശ്വാസം കളിയുടെ അവസാനം മാറ്റി. പക്ഷെ അടുത്ത ഓവർ പറഞ്ഞു ആ കഥ ഒരു അവസാനിക്കാത്ത കഥയാണ്. പിന്നെ അദ്ദേഹം ഔട്ട്. കളി പൂർത്തിയായിട്ടുണ്ട്. പുകയോടെ വന്ന ഒരു നീല കളർ ജീപ്പ് ഒരു ഓടിട്ട പഴയ വീടിന് മുൻപിൽ വന്ന് നിൽക്കുകയായിരുന്നു. ആ വീട് എങ്ങനെയായിരുന്നെന്നാൽ, അതായത് പല വർഷങ്ങളായി വൃത്തിയാക്കാത്തതുപോലെയായിരുന്നു. ചുമരുകളിൽ ചെടി വളർന്നിരുന്നു. പിന്നെ ജനാലകൾ കറുത്ത കണ്ണുകളെ പോലെ കാണപ്പെട്ടു. ജീപ്പിൽ നിന്നും 3 പേർ താഴേക്കിറങ്ങി. ആസ്ത എല്ലാവരുടെ മുൻപിലും നിൽക്കുകയാണ്. അവൾ കാണാൻ വളരെ ബുദ്ധിയുള്ളവളും കഴിവുള്ളവളുമായി കാണപ്പെടുന്നു. കൽപ്പന അവളുടെ അനിയത്തിയാണ്. അവൾ തന്റെ ഫോണിൽ സിഗ്നൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്യൂസ് അവരുടെ കൊച്ചച്ഛന്റെ മോനാണ്. അവൻ മഞ്ഞൾ നിറത്തിലുള്ള ക്രിക്കറ്റ് ജെർസി ഇട്ടിരിക്കുകയാണ്. പിന്നെ അവന്റെ തോളത്ത് ഒരു വലിയ ബാഗ് കിടപ്പുണ്ട്. ആസ്ത ആ പഴയ വീടിനെ നോക്കി. പിന്നെ പതുക്കെ ദീർഘശ്വാസം വലിച്ചു. പിന്നെ അവൾ പോക്കറ്റിൽ നിന്നും ഒരു വലിയ ഇരുമ്പ് താക്കോൽ എടുത്തു. ഒരു വിധേന നമ്മൾ വന്നെത്തി. മുത്തച്ഛന്റെ വീട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഉണ്ടേതും. ഇവിടെ ഫോണിൽ നെറ്റ്വർക്ക് പോലും കിട്ടുന്നില്ല. ചേച്ചി, ഒരാഴ്ച നമ്മൾ എങ്ങനെ ഇവിടെ താമസിക്കുക? അല്ല, നെറ്റ്വർക്കിനെ പറ്റി വിഷമിക്കില്ല റിതു. ഇന്ന് IPL ഫൈനൽ ഉണ്ട്. നമുക്ക് കറണ്ട് മാത്രം മതിയാണ്. ഞാൻ എൻ്റെ ടാബ്ലറ്റിൽ മാച്ച് കണ്ടോളും. ഹായിഷ്, നീയും നിന്റെ ക്രിക്കറ്റും. ആദ്യം സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുപോ. ആസ്ത കതകു തുറന്നു. പിന്നെ 3 പേരും അകത്തേക്ക് ചെന്നു. 3 പേരും വീട്ടിനകത്തേക്ക് വന്നു. വീട്ടിനകത്ത് നല്ല ഇരുട്ടായും വളരെ അഴുക്കു പിടിച്ചും കാണപ്പെട്ടു. ഫർണിച്ചറിൽ വെളുത്ത തുണികൾ കൊണ്ട് മൂടിയിരുന്നു. പിന്നെ കാറ്റത്ത് വല്ലാത്തൊരു നാറ്റമുണ്ടായിരുന്നു. ആസ്തയും കൽപ്പനയും അവരുടെ ബാഗ് എടുത്തുകൊണ്ട് അകത്തേക്ക് ചെന്നു. പിന്നെ പൊടി പിടിച്ച ആ റൂം അവർ ശ്രദ്ധിച്ചു നോക്കി. ആയുഷ് അവിടെ നിന്നും റൂമിന്റെ മൂലയിലേക്ക് ഓടി. അവൻ അവിടെ വലിയ തുണി ഉണ്ടായിരുന്നു. ആ തുണി അവൻ എടുത്തു മാറ്റി. ഇത് 1990-ലുള്ള പഴയ ഡബ്ബ പോലത്തെ ടിവിയാണ്. കണ്ടില്ലേ, പഴയ ഡബ്ബ TV. ഇതിനെ മുത്തശ്ശൻ വലിച്ചെറിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ആയുഷ്, അത് വർക്കാവില്ലായിരിക്കും. അത് എത്ര പഴയതാണെന്ന് നോക്ക്. ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരുപക്ഷെ ഇത് ഓടിക്കഴിഞ്ഞാൽ ഇതിലെ മാച്ച് കണ്ട് എൻജോയ് ചെയ്യാമല്ലേ? 3 പേരും വീടിന് ചുറ്റും നോക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആരോ കതകിൽ വന്ന് തട്ടിയത്. ആരോ വന്നിരിക്കുന്നെന്ന് തോന്നുന്നു. ഗ്രാമത്തിൽ നിന്നും നമ്മളെ കാണാൻ ആരെങ്കിലും വന്നതായിരിക്കും. ആസ്ത നേരെ കതകിനടുത്തേക്ക് ചെന്നു. അവൾ ആ കതക് തുറന്നു. വാതിൽക്കൽ കവിത നിൽക്കുകയായിരുന്നു. അവൾ ആ ഗ്രാമത്തിലുള്ള ഒരു സാധാരണ പെൺകുട്ടിയാണ്. അവൾ ഒരു സാധാരണ സ്യൂട്ട് ഇട്ടിരിക്കുന്നു. പിന്നെ അവൾ വല്ലാതെ പേടിച്ചിരിക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ചെറിയ കൂടയിൽ പഴങ്ങൾ ഉണ്ടായിരുന്നു. അവളുടെ കൈകൾ വല്ലാതെ വിറച്ചുകൊണ്ടേയിരുന്നു. അവൾ വീണ്ടും വീണ്ടും തിരിഞ്ഞ് ഗ്രാമത്തിലെ പാതകൾ നോക്കിക്കൊണ്ടേയിരുന്നു. നിങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നിരിക്കുകയാണോ? നിങ്ങൾ സിറ്റിയിൽ നിന്നുമാണോ വന്നിരിക്കുന്നത്? അതെ, ഞാൻ ആസ്തയാണ്. ഇതെന്റെ മുത്തച്ഛന്റെ വീടാണ്. നിങ്ങൾ ആരാണ്? എൻ്റെ പേര് കവിത. ഞാൻ തൊട്ടടുത്ത വീട്ടിലാണുള്ളത്. എൻ്റെ അമ്മ ഈ പഴങ്ങൾ തന്നയച്ചതാണ്. പക്ഷേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കണം, പ്ലീസ്. കൽപ്പനയും വാതിലിനടുത്തേക്ക് വന്നു. എന്തുപറ്റി? ഇവിടെ എന്തെങ്കിലും മൃഗങ്ങളുണ്ടോ? മൃഗമല്ല. ഗ്രാമം മുഴുവൻ ശാന്തമായതിനു ശേഷം അപ്പോൾ പഴയ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങും. അതും ഗ്രൗണ്ടിൽ കറണ്ട് വെട്ടാൻ തുടങ്ങും. കിട്ടിപ്പോയി, കേബിൾ വയർ കിട്ടിപ്പോയി. ആയുഷിന്റെ ശബ്ദം കേട്ടതും കവിതയുടെ മുഖം വല്ലാതെ മാറിപ്പോയി. ഒരുപക്ഷെ നിങ്ങൾ TV നോക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇവിടെ ഉള്ള TV അത് മാത്രമേ കാണിക്കുള്ളൂ. അത് എന്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നോ അത്. കവിത പറഞ്ഞ വാക്കുകളിൽ ഒരു വിചിത്രമായ രഹസ്യം മറഞ്ഞിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ആ പഴക്കൂട ആ കതകിനരികിൽ വെച്ചു. പിന്നെ അവൾ അവിടെ നിന്നും പോയി. ദേ നോക്ക്, നിൽക്കവിടെ. വീട് ചേച്ചി, അവൾക്ക് വല്ല വട്ടുമായിരിക്കും. ഹാൽക്ക ചെറുതായി തല അനക്കി ശരിയെന്ന് സമ്മതിച്ചു. അവൾ ചെറുതായി ഒന്ന് വിഷമിച്ചു. അതിനുശേഷം അവൾ ആ വിഷയം അതോടെ മറന്നു കളഞ്ഞു. സമയം രാത്രിയായി.
സൂര്യൻ മറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഗ്രാമം മുഴുവൻ നന്നായി ഇരുട്ട് നിറഞ്ഞു. ആയുഷ് ആ പഴയ TV സെറ്റ് ചെയ്തു. അവൻ തറയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ അവന്റെ കയ്യിൽ ആഹാരം കഴിക്കുന്ന പാത്രവും ഉണ്ടായിരുന്നു. ആസ്തയും കൽപ്പനയും പഴയ സോഫയിൽ ഇരിക്കുകയായിരുന്നു. ആയുഷ് ടിവിയുടെ നോബ് ചുറ്റി. സ്ക്രീനിൽ തിരമാലകൾ വരാൻ തുടങ്ങി. വെളുത്ത കറുത്ത തിരമാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരുന്നു. പിന്നെ പതിയെ പതിയെ അതിലൊരു ഫോട്ടോ കാണാൻ തുടങ്ങി. അതൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷെ അല്പം വിചിത്രമായി കാണപ്പെട്ടു. പുല്ലുകളൊക്കെ പച്ച നിറത്തിലല്ലായിരുന്നു, ഉണങ്ങി വാടിയിരുന്നു. പ്ലേയേഴ്സ് അങ്ങനെ ഒരു ജെർസി ഇട്ടിരുന്നു. അതിൽ പേരൊന്നുമില്ലായിരുന്നു. ആഡിയൻസും സന്തോഷത്തോടെയല്ല, അവർ ശരിക്കും നിശബ്ദമായി ഇരിക്കുകയായിരുന്നു. അതായത് ശരിക്കും ശില്പങ്ങളെ പോലെ. ഇതെന്ത് ചാനലാണ്? ഈ കളർ എന്താ ഇങ്ങനെ വ്യത്യാസമായിരിക്കുന്നത്? സിഗ്നൽ കുറവായിട്ട് വരുന്നെന്ന് തോന്നുന്നു. പക്ഷേ കണ്ടില്ലേ, ഇത് ചെന്നൈ മുംബൈ മാച്ച് പോലെ കാണുന്നുണ്ട്. പക്ഷേ ആ സ്കോർ ബോർഡ് കണ്ടില്ലേ, ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? സ്ക്രീനിന് താഴെയുള്ള സ്കോർ ബോർഡിൽ എന്ത് എഴുതിയിരുന്നെന്നാൽ വിക്കറ്റ് ഈക്വൽ ടു ജീവിതം. ഇതെന്തെങ്കിലും ഗെയിം ആയിരിക്കും, എന്തെങ്കിലും കളിക്കുള്ള പരസ്യവും ആയിരിക്കും. 3 പേരും ഇത് കണ്ടിട്ട് വല്ലാതെ ഞെട്ടിയിരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനകം മാച്ച് നന്നായി തുടങ്ങിക്കഴിഞ്ഞു. സ്ക്രീനിൽ ഒരു ബോളർ ഓടി വന്നു. അവൻ കാണാൻ നല്ല ഉയരമായിട്ടുണ്ട്. അവന്റെ ക്യാപ്പിന്റെ നിഴലിൽ അവന്റെ മുഖം മറഞ്ഞിരിക്കുകയായിരുന്നു. അവൻ ബോൾ എറിഞ്ഞു. ആ ബോള് അടിക്കാൻ സാധിച്ചില്ല. സ്റ്റമ്പൊക്കെ കാറ്റത്ത് പറന്നു. ഔട്ട്, ഔട്ട്. ഇത് ഒരു വലിയ ബോളാണ്. അപ്പോഴാണ് കിച്ചണിൽ എന്തോ വീഴുന്നത് പോലെ ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടത്. 2 പേരും പേടിച്ച് ശരിക്കും ഞെട്ടിപ്പോയി. ആയുഷ് എണീക്ക്, കിച്ചണിൽ എന്താണ് വീണതെന്ന് നോക്ക്. ആയുഷ് എണീറ്റ് കിച്ചണിലേക്ക് ചെന്നു. അവൻ അകത്ത് ചെന്നതും തന്നെ അവിടെ അവൻ എന്തു കണ്ടെന്നാൽ തറയിൽ ഒരു വലിയ മൺപാന വീണ് പൊട്ടിക്കിടക്കുകയായിരുന്നു. അവിടെ ഒരു കാറ്റും വീശിയില്ല, ഒരു പൂച്ചയും ഇല്ലായിരുന്നു. ജനാലയുടെ കതകും മൂടിയിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് കൽപ്പനയും ആസ്തയും ആ സ്ഥലത്തേക്ക് വന്നെത്തി. ഇതെങ്ങനെ തന്നെ താഴെ വീണത്? ആയുഷ് താഴെ തറയിലേക്ക് നോക്കി. ആ ഉടഞ്ഞു കിടക്കുന്ന പാനയുടെ കഷ്ണങ്ങൾ അവൻ കാണിച്ചു. ആ മൺപാന കഷ്ണങ്ങൾക്കിടയിൽ ഒരു ചെറിയ ക്രിക്കറ്റ് ബോൾ ഉണ്ടായിരുന്നു. അത് പഴയതും അഴുക്ക് പിടിച്ചതും ഇരുമ്പിലുമായിരുന്നു. 3 പേരും ഇത് കണ്ടിട്ട് വല്ലാതെ ഞെട്ടി നിൽക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനകം ആസ്ത, കൽപ്പന, പിന്നെ ആയുഷ് ടോർച്ച് എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. അവർ ഒരുപാട് ദിശകളിലേക്ക് ചെന്ന് നോക്കാൻ തുടങ്ങി. അവിടെ ചുറ്റിലും ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്തോ എന്ന് അവർ നോക്കാൻ തുടങ്ങി. ഗ്രാമം മുഴുവൻ നിശബ്ദമായിരുന്നു. അവിടെ ആരുടെ വീട്ടിലും യാതൊരു അനക്കവും വെളിച്ചവും ഇല്ലായിരുന്നു. പെട്ടെന്ന് ആസ്ത നോക്കി. അപ്പോൾ കവിത അവരെ നോക്കി ഓടി വരികയായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. ഇത് കണ്ടിട്ട് ആയുഷും കൽപ്പനയും വേഗം അവിടേക്ക് ഓടി വന്നു. കഥ തുടങ്ങിയിരിക്കുകയാണ്. എന്റെ കൊച്ചുച്ചൻ വീണുപോയി. ടിവിയിൽ വിക്കറ്റ് വീണതും തന്നെ എന്റെ കൊച്ചുച്ചൻ മുറ്റത്ത് വീണു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരം കല്ല് പോലെ തണുത്തിരിക്കുകയാണ്. നീ എന്തായി പറയുന്നേ? ടിവിക്കും നിന്റെ കൊച്ചുച്ചനും എന്താണ് ബന്ധമുള്ളത്? ഈ ഗ്രാമത്തിന് ഒരു ശാപമുണ്ട്. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ വർഷക്കണക്കായി മാച്ചിന് എല്ലാരും പന്തയം വയ്ക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം എല്ലാം തന്നെ മാറിപ്പോയി. ഒരു അമ്പയറിന്റെ തെറ്റായ തീരുമാനം കൊണ്ട് ഈ ഗ്രാമത്തിലെ പ്ലെയറായ ഫ്യൂസ് അവന്റെ ജീവൻ വെടിഞ്ഞിരിക്കുന്നു. അവൻ കാരണം ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ പന്തയത്തിൽ തോറ്റുപോയി. ജനങ്ങളെ കൊണ്ട് ആ തോൽവി സമ്മതിക്കാനായില്ല. പിന്നെ അവർ ആ ഫ്യൂസിനെ അവന്റെ വീട്ടിൽ തന്നെ വെച്ച് കത്തിച്ചു കളഞ്ഞു. പിന്നെ അവൻ അന്നു മുതൽ ഇവിടെ വന്ന് ജനങ്ങളെയൊക്കെ കൊന്നു കളയുമായിരുന്നു. ക്രിക്കറ്റ് നോക്കുന്നവരെ. ഇതെല്ലാം ഞാൻ വിശ്വസിക്കില്ല. ഇതെല്ലാം അന്ധവിശ്വാസമാണ്. അപ്പോഴാണ് വീട്ടിനകത്ത് പെട്ടെന്ന് TV ഓടുന്ന ശബ്ദം കേട്ടത്. മാച്ചിലുണ്ടായിരുന്ന ആഡിയൻസ് ഒക്കെ പെട്ടെന്ന് നിലവിളിക്കാൻ തുടങ്ങി. അത് സന്തോഷത്തിന്റെ ശബ്ദമല്ലായിരുന്നു, വേദന നിറഞ്ഞ ഒരു വല്ലാത്ത വിഷമമായിരുന്നു. വീണ്ടും 3 പേർ
പേരും ഒന്നിച്ച് വീട്ടിനകത്തേക്ക് വന്നു. ഇപ്പോൾ ടിവിയുടെ സ്ക്രീൻ വല്ലാതെ ബ്ലിങ്ക് ആകാൻ തുടങ്ങി. അതിന്റെ പ്രകാശം വ്യത്യാസമായി പച്ച നിറത്തിലായിരുന്നു. സ്ക്രീനിൽ അതേ ഉയരമായ പ്ലെയർ തന്റെ റണ്ണിൽ തുടക്കത്തിൽ നിൽക്കുകയായിരുന്നു. അവൻ നേരെ മുന്നിലോട്ട് നോക്കുകയാണ്. അതായത് അവൻ നേരെ ഇവരെ നോക്കുന്നത് പോലെ. ഇപ്പോൾ സ്ക്വയർ ബോർഡിൽ എന്ത് എഴുതിയിരുന്നാൽ വിക്കറ്റ് എടുക്കപ്പെട്ടത് 1, അടുത്ത ഉന്നം വീട് 4. ആസ്ത ചേച്ചി, നമ്മുടെ വീടിന്റെ നമ്പർ എന്താണ്? ആസ്ത കതകിനടുത്ത് നിന്നുകൊണ്ട് പഴയ മരത്തിനടുത്തേക്ക് അവൾ നോക്കി. അവിടെ തുരുമ്പ് പിടിച്ച ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതിൽ നമ്പർ 4 എന്ന് എഴുതിയിരുന്നു. ആയുഷ്, ആ ടി വി ഓഫ് ചെയ്യ് പെട്ടെന്ന്. ആയുഷ് ടിവിയുടെ അടുത്തേക്ക് ചെന്നു. അവൻ അത് ഓഫ് ചെയ്യാനായി ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അവൻ പ്ലഗ് പോയിന്റിൽ നിന്നും പ്ലഗും ഊരിയെടുത്തു. എന്നാലും ടി വി ഓടിക്കൊണ്ടേയിരുന്നു. സ്ക്രീൻ ഓഫ് ആയതേ ഇല്ല. ഇത് കറണ്ട് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് എങ്ങനെ സാധ്യമാണ്? 3 പേരും മാറി മാറി നോക്കി ഞെട്ടി. റൂമിൽ പെട്ടെന്ന് തണുപ്പ് നിറയാൻ തുടങ്ങി. അവരുടെ ശ്വാസം കാറ്റത്ത് മങ്ങലായി കാണാൻ കഴിഞ്ഞു. സ്ക്രീനിൽ ആ പ്ലെയർ ഓടാൻ തുടങ്ങിയിരുന്നു. അവന്റെ ഓരോ അടി ശബ്ദമും അങ്ങനെ കേൾക്കുകയായിരുന്നു. ആരോ അവരുടെ വീടിന്റെ തറയിൽ ചുറ്റിയൽ കൊണ്ട് അടിക്കുന്നത് പോലെ. ഇത് എങ്ങനെയെങ്കിലും തടയണം. അങ്ങനെ അടുത്ത വിക്കറ്റ് വീഴുകയാണെങ്കിൽ പിന്നെ നമ്മളിൽ ആരും തന്നെ രക്ഷപ്പെടാനാവില്ല. ആയുഷ്, ടി വി പൊട്ടിക്ക് പെട്ടെന്ന്. ആയുഷ് തന്റെ ബാഗിൽ നിന്നും ഒരു ക്രിക്കറ്റ് ബാറ്റ് എടുത്തു. അവൻ അതുപയോഗിച്ച് ടി വി ഉടയ്ക്കാനായി ഓങ്ങി അടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബാറ്റ് അങ്ങനെ മുകളിൽ തന്നെ നിന്നു. ഏതോ ഒരു ഭയങ്കരമായ ശക്തി അതിനെ പിടിച്ചു വച്ചിരിക്കുന്നത് പോലെ. ആയുഷ് നന്നായി ശ്രമിച്ചു നോക്കി, പക്ഷെ അവനെ കൊണ്ട് ആ ബാറ്റിനെ അനക്കാൻ പോലും സാധിച്ചില്ല. എന്നെ കൊണ്ട് ഇതിനെ ആശിക്കാൻ പറ്റില്ല. ആരോ എന്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ടിവിയിലുണ്ടായിരുന്ന ആ പ്ലെയർ ഇപ്പോൾ ആയുഷിന് തൊട്ടടുത്തായി എത്തി. അവൻ ബോൾ ഇടാൻ പോവുകയാണ്. ആസ്ത റൂമിന്റെ 4 ചുറ്റിലും നോക്കി. അപ്പോഴാണ് അവൾക്ക് തന്റെ മുത്തച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നത്. അവൾ ആ റൂമിൽ മൂലയിലുണ്ടായിരുന്ന പഴയ അലമാര കണ്ടു. കൽപ്പന, സഹായിക്ക്, ആ അലമാര തുറക്ക്. ആസ്തയും കൽപ്പനയും അലമാരയുടെ അടുത്തേക്ക് ചെന്നു. അവർ ആ അലമാരയുടെ കതക് തുറന്നു. അകത്ത് പഴയ ക്രിക്കറ്റ് ട്രോഫീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവയോടൊപ്പം അതിൽ ഒരു പഴയ പുസ്തകവും ഉണ്ടായിരുന്നു. ആസ്ത ആ പുസ്തകം തുറന്നു. അതൊരു ഡയറിയാണ്. ഈ മാച്ച് ഇനിയും കഴിഞ്ഞിട്ടില്ല. 1983-ലെ ഒരു ലോക്കൽ മാച്ചാണ്. മുത്തച്ഛനാണ് അമ്പയറായിരുന്നത്. അദ്ദേഹമാണ് തെറ്റായ തീരുമാനം പറഞ്ഞത്. ആ തീരുമാനം കാരണമാണ് ആ പ്ലെയറിനെ ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ കൊന്നത്. ആ പ്ലെയറാണ് ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നത്. അവൻ എല്ലാവരോടും പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. ടിവിയിൽ ആ ബോൾ എറിയപ്പെടുകയാണ്. സ്ക്രീനിൽ ബാറ്റിംഗ് ചെയ്യുന്നവൻ ആ ബോൾ അടിച്ച് കാറ്റത്ത് പറപ്പിച്ചു. സ്ക്രീനിൽ ആ ബോള് ആകാശം മുട്ടെ പറക്കുകയായിരുന്നു. പിന്നെ അത് പതുക്കെ താഴോട്ട് വരികയായിരുന്നു. ഇപ്പോൾ ആ ഗ്രൗണ്ട് പഴയതുപോലെ അല്ലായിരുന്നു. അത് സ്റ്റേഡിയം അല്ലായിരുന്നു. അത് ഗ്രാമത്തിലെ ഗ്രൗണ്ടായി മാറി. മുകളിൽ നിന്നും പറന്ന ഒരു പ്ലെയറിനെ നോക്കി വരികയാണ്. ആ പ്ലെയർ ആ ബോൾ പിടിക്കാൻ റെഡിയായിരിക്കുകയാണ്. അങ്ങനെ അവൻ ആ ക്യാച്ച് പിടിച്ചു കഴിഞ്ഞാൽ വിക്കറ്റ് വീഴുന്നതായിരിക്കും. നമ്മൾ കളിയുടെ റൂൾസ് മാറ്റണം. മുത്തച്ഛൻ എന്ത് എഴുതിയിരിക്കുന്നെന്നാൽ ആ ഗെയിം എപ്പോൾ അവസാനിക്കുമെന്നാൽ അമ്പയർ തന്റെ തീരുമാനം മാറ്റണം. പക്ഷേ അമ്പയർ എവിടെയാണ്? നമ്മുടെ മുത്തശ്ശൻ ചത്തുപോയല്ലേ? ആസ്ത ആയുഷിന്റെ കയ്യിലുണ്ടായിരുന്ന ആ പഴയ ബാറ്റ് നോക്കി. അതിലൊരു സൈൻ ഉണ്ടായിരുന്നു. അത് അവളുടെ മുത്തച്ഛന്റെ സൈനാണ്. ആസ്ത വേഗം ചെന്ന് ആയുഷിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബാറ്റ് പിടിച്ചു. അത് വല്ലാതെ ഉറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ അവൾ അവളുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അത് പിടിച്ചു വലിച്ചു. പിന്നെ അവൾ ടിവിയുടെ മുൻപിൽ വന്നു നിന്നു. ഗ്രൗണ്ടിൽ നടന്നത് വലിയ തെറ്റാണ്. ഈ കളി ഞാൻ റദ്ദ് ചെയ്യുകയാണ്. സ്ക്രീനിൽ ആ പ്ലെയർ പെട്ടെന്ന് നിന്നു. അവൻ അപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത്. ഇപ്പോൾ അവന്റെ മുഖം നന്നായി കാണാൻ സാധിച്ചു. അതൊരു തലയൊട്ടിയാണ്. അതിന്റെ കണ്ണുകൾ ചുവന്ന നിറത്തിലായിരുന്നു. അവന്റെ എല്ലുപോലുള്ള ആ വിരലെടുത്ത് നേരെ ആസ്തയുടെ നേരേക്ക് ചൂണ്ടി. കളി പൂർത്തിയായിട്ടില്ല, എനിക്ക് ന്യായം വേണം. കളി അവസാനിച്ചാലേ നീതി കിട്ടുള്ളൂ. ജീവൻ എടുക്കുന്നത് കൊണ്ടല്ല. ഞാൻ അമ്പയറുടെ അവകാശിയാണ്. ഇത് ഞാൻ നോ ബോളെന്ന് അറിയിക്കാം. ഭൂമിയൊക്കെ അനങ്ങാൻ തുടങ്ങി. മുകളിൽ നിന്നും പൊടി പറക്കാൻ തുടങ്ങി. ടിവിയിലെ പ്രകാശം വളരെ അധികമായി. എല്ലാവരും അവരുടെ കണ്ണ് മൂടി. കുറച്ചു സമയത്തിന് ശേഷം ആ വെളിച്ചം പതുക്കെ പതുക്കെ മായാൻ തുടങ്ങി.
ആസ്ത തന്റെ കണ്ണുകൾ തുറന്നു. ഇപ്പോൾ TV സ്ക്രീൻ കാലിയായി. അതിന്റെ കണ്ണാടിയും പൊട്ടിപ്പോയി. റൂമിലുണ്ടായിരുന്ന ആ തണുപ്പും കാണാതെ മാഞ്ഞുപോയി. ആയുഷ് തറയിൽ ചെന്ന് വീണു. ഇപ്പോൾ അവന് തന്റെ കൈ അനക്കാൻ സാധിക്കുന്നു. കൽപ്പനയും കവിതയും ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഒന്നും പറ്റിയില്ല. എന്ത് എന്ത് ഇത് അവസാനിച്ചോ? TV ചത്തുപോയി, ശരിക്കും ചത്തുപോയി. കവിത നേരെ ജനലിന്റെ അടുത്ത് ചെന്നു. അവിടെ ചന്ദ്രന്റെ വെളിച്ചമുണ്ടായിരുന്നു. പിന്നെ മേഘം നല്ല തെളിഞ്ഞതായി മാറി. ആ പെണ്ണുങ്ങളെ അവൾ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ചെറുതായി തല അനക്കി. നിങ്ങൾ അവനെ സമാധാനപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഉറങ്ങാൻ സാധിക്കും. 3 പേരും ദീർഘശ്വാസം വലിച്ചു. പിന്നെ മാറി മാറി നോക്കി തല അനക്കി. നേരം വെളുത്തു. ആ ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചു. എല്ലാം തന്നെ വീണ്ടും നോർമലായി. പിന്നെ ഭംഗിയുള്ളതായി മാറി. പക്ഷികളൊക്കെ പറക്കാൻ തുടങ്ങി. ആസ്ത, കൽപ്പന പിന്നെ ആയുഷ് അവരുടെ ബാഗ് എടുത്ത് ജീപ്പിൽ വെച്ചു. ഇനി അവർ ഒരു ക്ഷണം പോലും അവിടെ താമസിക്കാൻ ആഗ്രഹിച്ചില്ല. കവിത വാതിൽക്കൽ നിന്നുകൊണ്ട് അവർക്ക് ടാറ്റ പറയുകയായിരുന്നു. നീ നിന്നെ സൂക്ഷിക്കണേ കവിതേ. പിന്നെ കുറച്ചു ദിവസം TV നീ ദയവ് ചെയ്ത് നോക്കരുതേ. ഞാൻ ഒരിക്കലും നോക്കില്ല. നിങ്ങൾ സൂക്ഷിച്ചു പോയിട്ട് വരൂ. കവിത അവിടെ നിന്നും പുറപ്പെട്ടു പോയി. ആസ്തയും കൽപ്പനയും അവിടെ തന്നെ നിന്നുകൊണ്ട് അവൾ പോകുന്നത് നോക്കിക്കൊണ്ടേ നിന്നു. ജീപ്പ് സ്റ്റാർട്ടായി. ആയുഷ് ശാന്തനായി ഇരിക്കുകയാണ്. അവൻ ഇപ്പോൾ തന്റെ ക്രിക്കറ്റ് ജെർസി ഇട്ടില്ല. അവൻ അത് തന്റെ കാറിന്റെ പുറകിൽ ഇട്ടിരിക്കുകയായിരുന്നു. ആസ്തയും കൽപ്പനയും കാറിൽ വന്ന് ഇരുന്നു. എന്നിട്ട് അവർ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അവർ ഗ്രാമത്തിൽ നിന്നും ദൂരെ പോവുകയാണ്. പാത കുഴികൾ നിറഞ്ഞതായിരുന്നു. തന്റെ ബാഗിൽ നിന്നും ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടി ബാഗിൽ അവൾ കൈയിട്ടു. ഒരേ ഒരു പ്രാവശ്യം നോക്കിക്കൊള്ളുന്നു. ഇന്നലെ IPL ഫൈനലിലെ ആരാണ് വിജയിച്ചതെന്ന് ന്യൂസ് എപ്പോഴോ വന്നിരിക്കും. ആസ്ത അവനെ നോക്കി. അവനോട് വേണ്ട എന്ന് അവൾ പറയാൻ ആഗ്രഹിച്ചു. പക്ഷെ അവൾക്കും അത് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആയുഷ് ടാബ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. സ്ക്രീൻ പ്രകാശിക്കാൻ തുടങ്ങി. അവനൊരു സ്പോർട്സ് ആപ്പ് ഓപ്പൺ ചെയ്തു. മുകളിൽ എന്തെഴുതിയിരുന്നെന്നാൽ, മോശമായ ക്ലൈമറ്റ് കാരണം ഫൈനൽ മാച്ച് ക്യാൻസൽ ആയിരിക്കുകയാണ്. ആയുഷിന്റെ മുഖം വല്ലാതെ മാറി. അവൻ താഴെ ട്രോൾ ചെയ്യാൻ തുടങ്ങി. വിചിത്രമായിട്ടുണ്ട്. ഇന്നലെ രാത്രി എവിടെയും മാച്ച് നടന്നിട്ടില്ല. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? കൽപ്പന പുറകിലെ കഥകിൽ കൂടി പിന്നിലോട്ട് നോക്കാൻ തുടങ്ങി. വീടിപ്പോൾ വളരെ ദൂരെ കാണപ്പെടുന്നു. അവളിപ്പോൾ തന്റെ ഫോണിൽ നോക്കി. അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ ഫോൺ റിംഗ് ആകാൻ തുടങ്ങിയത്. അവൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. അല്ല, എനിക്ക് നെറ്റ്വർക്ക് വന്നിരിക്കുന്നു. എനിക്കൊരു വീഡിയോ മെസ്സേജ് വന്നിരിക്കുന്നു. ആരുടേതാണ്? കൽപ്പന മെസ്സേജ് ഓപ്പൺ ചെയ്തു. അതിലൊരു വീഡിയോ ഫയൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് അയച്ചവരുടെ പേരൊന്നുമില്ലായിരുന്നു. അവൾ അത് പ്ലേ ചെയ്തു. ആ വീഡിയോയിൽ അവർ കാറിനകത്തിരിക്കുന്ന ആ കാഴ്ച കാണാൻ സാധിച്ചു. ഇപ്പോൾ അവർ എന്ത് കാണുന്നോ അതുപോലെ തന്നെ കാണുന്നു. ക്യാമറ അവരുടെ പുറകിലുണ്ട്. വീഡിയോയിൽ ഒരു ചെറിയ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് അതേ കോമന്റേറ്ററിന്റെ വോയിസ് ആണ്. അതേ വോയിസ് ആണ് ടിവിയിൽ കേട്ടത്. അടുത്ത ഓവർ ഇനിയും ബാക്കിയുണ്ട്. ഫോൺ സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ പുറകിൽ നിന്നും ഒരു കൈ പതുക്കെ പതുക്കെ മുകളിലോട്ട് ഉയരാൻ തുടങ്ങി. അതൊരു എല്ല് പോലുള്ള ഒരു കൈയാണ്. ആ കൈയിൽ ഒരു ക്രിക്കറ്റ് ബോൾ ഉണ്ടായിരുന്നു. കൽപ്പന പതിയെ പതിയെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കാൻ തുടങ്ങി.